മഹാദേവൻ തന്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കിയ കഥ നമുക്കറിയാം. പക്ഷെ ഇതിനു പിന്നിൽ ബ്രഹ്മദേവന്റെ ഒരു ശാപമുണ്ടായിരുന്നു. കാമദേവൻ തന്റെ കർത്തവ്യം ബ്രഹ്മമുഖത്തു നിന്ന് അറിഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മൻ ഉൾപ്പെടെ ആർക്കും കാമനിൽ നിന്നും മോചനമില്ല എന്ന് കേട്ടപ്പോൾ ഈ പരീക്ഷണം ബ്രഹ്മനും ഋഷിമാരും പ്രജാപതികളും ഉള്ള ആ സ്ഥലം ഉപയോഗിക്കാൻ കാമദേവൻ തീരുമാനിച്ചു. അതിസുന്ദരിയായ സന്ധ്യാദേവി നിൽക്കുന്ന സമയത്ത് തന്നെ തന്റെ ആദ്യ ഉദ്യമത്തിന് കാമൻ ശ്രമിക്കുകയാണ്. അതിന് അദ്ദേഹം വില്ല് കുലയ്ക്കാൻ നിന്നപ്പോൾ തന്നെ അവിടെയെങ്ങും സുഗന്ധപൂരിതമായ കാറ്റു നിറഞ്ഞു അത്രേ. അവിടെ ഉണ്ടായിരുന്ന പ്രജാപതിമാരും ബ്രഹ്മദേവനും എല്ലാവരും കാമന്റെ മലരമ്പന് വശമതരായി. ഇങ്ങനെ എല്ലാവരും സന്ധ്യാദേവിയുടെ സൗന്ദര്യം കണ്ട് മതിമറന്നു നിൽക്കുന്ന അവസരത്തിലാണ് ധർമ്മം തന്റെ അച്ഛനും സഹോദരന്മാരും ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി മഹാദേവനെ പ്രാർത്ഥിക്കുന്നു. അവിടെ എത്തിയ പരമശിവൻ ബ്രഹ്മദേവന്റെ അവസ്ഥ കണ്ട് ചിരിക്കുകയാണ്. വേദങ്ങൾ അറിഞ്ഞവനായി നീ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് എന്ന് ബ്രഹ്മദേവനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ശിവൻ മറഞ്ഞു കഴിഞ്ഞപ്പോഴും ബ്രഹ്മദേവൻ നാണക്കേടിൽ നിന്നും മുക്തനായിരുന്നില്ല. അദ്ദേഹം ആ ദേഷ്യം കാമദേവനിൽ തീർത്തു. എന്ന് ഈ അമ്പ് ശിവനിൽ എയ്യുന്നുവോ അന്ന് നിന്നെ ശിവൻ ഭസ്മമാക്കുന്നതായിരിക്കും എന്ന് കാമദേവനെ ശപിക്കുന്നു. ഇത് കേട്ട് കാമദേവൻ പേടിച്ചുപോയി. അങ്ങ് പറഞ്ഞതല്ലേ ബ്രഹ്മനും വിഷ്ണു ശിവനും ഒന്നും എന്നിൽ നിന്ന് മോചനമില്ല എന്ന്. അത് കേട്ട് ഞാൻ അതൊന്ന് പരീക്ഷിച്ചതാണ്. അങ്ങ് എനിക്ക് ശാപമോക്ഷം നൽകണം എന്ന് പറയുന്നു. ശിവൻ ശക്തിയുമായി ചേരുന്ന ദിവസം നിനക്ക് ശാപമോക്ഷം ലഭിക്കും. നിനക്ക് പുതിയ ശരീരം ലഭിക്കും. അങ്ങനെ നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്ന് ബ്രഹ്മദേവൻ കാമദേവൻ ഉറപ്പു നൽകുകയാണ്.